ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ചെറിയ ഇൻഫർമേഷനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇത് എന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടി ഞാനിവിടെ YT സ്റ്റുഡിയോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ YT സ്റ്റുഡിയോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ അനലിറ്റിക്സ് എന്നൊരു ഓപ്ഷൻ ലഭിക്കും. ഇതിൽ ടാപ്പ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. യുവർ വീക്ക്ലി റീക്യാപ്പ് ഈസ് ഹിയർ, അതുപോലെ ടോപ്പ് ടിപ്സ് ഫോർ യുവർ യൂട്യൂബ് തംബ്നെയിൽസ്. അപ്പോൾ ഇത് നമുക്ക് എല്ലാ വീക്കിലും നമുക്ക് വരുന്നൊരു കാര്യമാണ്. ഏതെല്ലാം വീഡിയോസാണ് കൂടുതൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽ എല്ലാം നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ ഒരു കാര്യത്തെക്കുറിച്ചാണ്. ടോപ്പ് ടിപ്സ് ഫോർ യൂട്യൂബ് തംബ്നെയിൽസ് എന്നത്. ഇത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ നമുക്കിവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന തംബ്നെയിലിൽ ഏതെല്ലാം തംബ്നെയിലാണ് നല്ല രീതിയിൽ പെർഫോം ചെയ്തിരിക്കുന്നത് എന്നെല്ലാം കാണാൻ സാധിക്കും. അതിനാൽ തന്നെ നിങ്ങൾ പല ടൈപ്പിലുള്ള തംബ്നെയിലെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഏത് തംബ്നെയിലാണ് നിങ്ങളുടെ ചാനലിൽ കൂടുതലായി വർക്ക് ചെയ്യുന്നത് എന്നെല്ലാം നിങ്ങൾക്കിവിടെ കാണാം. ദീസ് തംബ്നെയിൽസ് ആർ വർക്കിംഗ് വെൽ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ 2-3 തംബ്നെയിൽ ഇതെല്ലാം തന്നെ നല്ല രീതിയിൽ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. പല സമയത്തും ഇത് തംബ്നെയിലിൻ്റെ മാത്രമല്ല, നമ്മൾ കൊടുത്തിരിക്കുന്ന ചില കണ്ടന്റുകൾ അനുസരിച്ച്, അതായത് ഇപ്പോൾ ഇവിടെ ഈ ഒരു വോയിസ് ഓവർ ചാനലിനെ കുറിച്ചെല്ലാമാണ് ഇതിൽ പറയുന്നത്. അതിനാൽ തന്നെ അത് കൂടുതൽ ആളുകൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ തംബ്നെയിൽ കുറച്ച് മോശമാണെങ്കിൽ കൂടി ഇതിൽ കൂടുതൽ ക്ലിക്സ് എല്ലാം വരാം. അപ്പോൾ ഈ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ ടൈറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ കണ്ടന്റ് അതുപോലെ തംബ്നെയിൽ എല്ലാം തന്നെ റിലേറ്റ് ചെയ്താണ് ഇരിക്കുന്നത്. ചില സമയത്ത് നിങ്ങളുടെ ടൈറ്റിൽ എല്ലാം തന്നെ ഇത് വളരെയധികം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു ടൈറ്റിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കണ്ടന്റ് ആണെങ്കിൽ നിങ്ങളുടെ തംബ്നെയിൽ കുറച്ച് മോശമാണെങ്കിൽ കൂടി നിങ്ങൾക്ക് ആ വീഡിയോയിലേക്ക് കൂടുതൽ വ്യൂസ് എല്ലാം വരാം. കാരണം ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് ഇതുപോലെ നമ്മുടെ തംബ്നെയിൽ അതുപോലെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ ഒരു ടൈറ്റിൽ അതുപോലെ ഈ ഒരു കണ്ടന്റ് ടൈപ്പ് എല്ലാമാണ്. ഇവിടെ നമ്മുടെ ഈ വോയിസ് ഓവർ ചാനലിൻ്റെ കാര്യം നോക്കുന്നത്, ഒരുപാട് പേർ വോയിസ് ഓവർ ചാനൽ കാണുന്നത് കൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ അവർ പെട്ടെന്ന് കണ്ടിരിക്കും. അതുപോലെ നമുക്ക് തംബ്നെയിലിൻ്റെ ഇമ്പോർട്ടൻസും ഇതും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ്. നല്ല രീതിയിലുള്ള തംബ്നെയിൽ അതുപോലെ നല്ല ടൈറ്റിൽ എല്ലാം കൊടുക്കുകയാണെങ്കിൽ ഇതെല്ലാം തന്നെ നമ്മുടെ ചാനലിൻ്റെ ഗ്രോത്തിനെല്ലാം വളരെ ഗുണം ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു അനാലിസിസ് എല്ലാം ഇവിടെ തന്നെ നിങ്ങൾക്ക് YT സ്റ്റുഡിയോയുടെ അനലിറ്റിക്സിൽ ലഭിക്കുന്നത് കാരണം അവിടെ നിന്ന് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനും അതിനനുസരിച്ച് നിങ്ങൾക്ക് മോഡിഫൈ ചെയ്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ തംബ്നെയിലെല്ലാം ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ നല്ല രീതിയിൽ ടൈറ്റിലെല്ലാം കൊടുത്ത് അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ തന്നെ നമുക്ക് കൂടുതൽ വീഡിയോസ് എല്ലാം ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം ചെയ്ത് നിങ്ങൾക്ക് ചാനൽ ഗ്രോത്ത് എല്ലാം വർദ്ധിപ്പിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും. വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്